ഇന്ത്യയിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കാൻ വേണ്ടിയിട്ടൊന്നും അനുവാദം ഉണ്ടായിരുന്നില്ല, സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ചെറുപ്പക്കാർ പോയിട്ട് സോവിയറ്റ് യൂണിയൻ്റെ താഷ്കെൻഡിൽ പോയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത്. പാർട്ടി അവിടെ രൂപീകരിച്ചാലും ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് രൂപീകരിച്ചത്. എന്നാൽ രൂപീകരണ കാലം തൊട്ട് തന്നെ ഈ കമ്മ്യൂണിസ്റ്റുകാർ ഈ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഗൂഢാലോചന നടത്താനാണ്, അതുകൊണ്ട് ഇവരുടെ പാർട്ടി പ്രവർത്തനം അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള ശക്തമായിട്ടുള്ള പ്രഖ്യാപനം നടത്തി അന്നത്തെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ എണ്ണത്തിൽ കുറവാണെങ്കിലും നല്ല രീതിയിൽ പ്രതികരിക്കുന്ന വിപ്ലവ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരെ തെരഞ്ഞുപിടിച്ച് ജയിലിൽ അടയ്ക്കാനുണ്ടായി. മീറത്ത്, കാൺപൂർ, പെഷവാർ ഗൂഢാലോചന കേസുകളെല്ലാം ചുമത്തി കുറേ ആളുകൾ ജയിലിലടച്ചു, കുറേ ആളുകളെ ശരിപ്പെടുത്തി. അങ്ങനെ വേട്ടയാടപ്പെടലുകളുടെ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മുടെ ആദ്യ നാളുകൾ. അത് ഇന്നും നമുക്കെതിരെ വേട്ട തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അന്ന് പഴയ രൂപത്തിൽ പഴയ രീതിയിൽ, ഇന്ന് ഈ ആധുനിക ശാസ്ത്രീയ യുഗത്തിൽ പുതിയ രീതിയിൽ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ടും മറ്റെല്ലാ സങ്കേതങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനത്തെ, മതേതര പ്രസ്ഥാനത്തെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിശേഷിച്ചും ദുർബലപ്പെടുത്തുന്നതിന് വളരെ വിപുലമായ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, വർഗീയ ഫാസിസ്റ്റ് പാർട്ടികളുണ്ട്, വലതുപക്ഷ മാധ്യമങ്ങളുണ്ട്, അതിനെല്ലാം സഹായിക്കുന്ന വൻകിട കോർപ്പറേറ്റുകൾ, കുത്തക മുതലാളിമാരുമുണ്ട്. മണി പവറുണ്ട്, മസിൽ പവറുണ്ട്, മീഡിയ പവറുണ്ട്. ഇതെല്ലാം പ്രയോജനപ്പെടുത്തി പാർട്ടിക്കെതിരെ കടന്നാക്രമണം ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ ഭീഷണിക്ക് മുമ്പിൽ അല്ലെങ്കിൽ അത്തരം കടന്നാക്രമണങ്ങൾക്ക് മുമ്പിൽ പരാജയപ്പെടണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നത്തെ നിലയിലേക്ക് വളരാൻ കഴിയുമായിരുന്നില്ല. 1943 ഒന്നാം പാർട്ടി കോൺഗ്രസ് ചേർന്നപ്പോൾ ആ പാർട്ടി കോൺഗ്രസ് വരെയുള്ള കാലയളവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി, നാടിന് വേണ്ടി, ഒരു ജനതയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച് ജീവൻ ബലിയർപ്പിച്ച അനശ്വരരായ രക്തസാക്ഷികളുടെ സ്മരണയെ മുൻനിർത്തി ആ പാർട്ടി കോൺഗ്രസ് ഒരു പ്രമേയം അവതരിപ്പിച്ചു. സോഹൻ സിംഗ് ഏറ്റവും ഉജ്ജ്വലനായ വിപ്ലവകാരിയും പ്രായം ചെന്ന സഖാവുമായിരുന്നു. ആ രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഉജ്ജ്വലമായൊരു പ്രസംഗം തന്നെ അദ്ദേഹം ഒന്നാമത്തെ പാർട്ടി കോൺഗ്രസ് നടത്തി. അതേ പാർട്ടി കോൺഗ്രസിൽ മറ്റൊരു ചരിത്ര സംഭവത്തിന് കൂടി സാക്ഷിയായി. ആ പാർട്ടി കോൺഗ്രസ് 1943 മാർച്ച് മാസം 29-ാം തീയതിയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ, ജന്മിത്വത്തിനെതിരെ പോരാടി കയ്യൂരിലെ 4 ചെറുപ്പക്കാർ രക്തസാക്ഷിത്വം വരിക്കുന്നു. അന്നത്തെ പോരാട്ടം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായുള്ള പോരാട്ടമായിരുന്നു. ഇന്ത്യ ഭരിക്കുന്നത് ബ്രിട്ടീഷുകാർ. ആ ബ്രിട്ടീഷുകാരുടെ നാട്ടിൻപുറത്തെ ഏജന്റുമാരായിരുന്നു നാട്ടിൻപുറത്തെ ജന്മിമാർ. അപ്പൊ ആ നാട്ടിൻപുറത്തെ ജന്മിമാർക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ അതിന്റെ കുന്തമനം എത്തി നിൽക്കുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി. ആ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായും ജന്മിത്വത്തിനെതിരായിട്ടുള്ള നടന്ന പോരാട്ടത്തിലാണ് 4 പേർ രക്തസാക്ഷികളായത്. ഒന്നാം പാർട്ടി കോൺഗ്രസിൽ കയ്യൂർ രക്തസാക്ഷികളിൽ ഒരാളായിട്ടുള്ള പൊടോര കുഞ്ഞമ്പ നായരുടെ സഹോദരൻ കേളുനായർ. ആ കേളുനായരെ ഈ ഒന്നാം പാർട്ടി കോൺഗ്രസിലേക്ക് സെലക്ട് ഡെലിഗേറ്റായി, പ്രത്യേക പ്രതിനിധിയായി ക്ഷണിച്ചു. കേളുനായർ ആ പാർട്ടി കോൺഗ്രസിൽ ഇവിടത്തുകാർ, കയ്യൂർ രക്തസാക്ഷികളെ അനുസ്മരിക്കുന്ന, കയ്യൂർ രക്തസാക്ഷികൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയം ഒന്നാം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ആ പ്രമേയം അവതരിപ്പിച്ചത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല, വായിച്ച് പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. വികാരാധീനനായി പിന്നീട് വായിക്കാൻ കഴിയാതായി. അപ്പോൾ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളെല്ലാം എഴുന്നേറ്റ് നിന്നൊരു വിപ്ലവഗാനം പാടി ആ പ്രമേയം അംഗീകരിച്ച് പോവുകയായിരുന്നു. പിന്നീട് നടന്ന ഓരോ പാർട്ടി കോൺഗ്രസുകളും 1964 ആകുമ്പോഴേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലതുപക്ഷ അവസരവാദത്തിൻ്റെതായിട്ട് ചില വിത്തുകൾ മുളച്ചു തുടങ്ങി കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ വലതുപക്ഷ അവസരവാദത്തിൻ്റെതായിട്ട് രീതിയിലേക്ക് കാര്യങ്ങൾ വന്നപ്പോൾ വളരെ കൃത്യമായ തത്വാധിഷ്ഠിത നിലപാടും പ്രഖ്യാപിത കാഴ്ചപ്പാടിൽ ഉറച്ചു നിന്നുകൊണ്ട് CPIM എന്ന പാർട്ടി രൂപം കൊണ്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 7ാം കോൺഗ്രസ് ആയിരുന്നു. വേണമെങ്കിൽ CPIM-ന്റെ 1ാം പാർട്ടി കോൺഗ്രസ് ആയിട്ട് നമുക്കിതിനെ പരിചയപ്പെടുത്താം. 1967 ആയപ്പോൾ 3 വർഷം, 64 കഴിഞ്ഞ് CPM രൂപം കൊണ്ട് 3 വർഷം കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷ തീവ്രവാദത്തിൻ്റെതായിട്ടുള്ള നക്സലൈറ്റ് മൂവ്മെന്റ്, ആ ഇടതുപക്ഷ തീവ്രവാദത്തിൻ്റെതായിട്ടുള്ള വ്യതിയാനങ്ങളിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരു വിഭാഗം പോയി. അപ്പോഴും
വിപ്ലവം തോക്കിൻകുഴലിലൂടെ എന്നായിരുന്നു അവരുടെ മുദ്രാവാക്യം. കൃത്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു, വ്യക്തിബന്ധം വിപ്ലവത്തിന്റെ മാർഗമല്ല. ഈ രാജ്യത്തിലെ തൊഴിലാളികളെയും കൃഷിക്കാരെയും സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ അവകാശ സമ്പാദന സമരമുഖങ്ങളിൽ തീജ്വാല പടർത്തുന്ന ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടം നടത്തി ഇന്ത്യയെ വിപ്ലവ സജ്ജമാക്കി. അങ്ങനെ ഒരു സാമൂഹ്യ മാറ്റത്തിലേക്ക് നമുക്ക് രാജ്യത്തിന് കടന്നു പോകണം. അതിനുള്ള ജനാധിപത്യ വിപ്ലവ കടവുകളിലൂടെ ആ നക്സലൈറ്റ് പ്രസ്ഥാനത്തിനെതിരായി, ഇടതുപക്ഷ തീവ്രവാദത്തിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ചു. അവിടെ ആ പ്രതിസന്ധിയെയും മറികടന്നു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM. പിന്നീട് നാം കണ്ട ഏറ്റവും അപകടകരമായ ഭീകരമായ രാഷ്ട്രീയ സാഹചര്യം 1975 ആയിരുന്നു. ഭീകരമായ അടിയന്തരാവസ്ഥയുടെ നാളുകൾ. 1975 ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള പ്രേരക ശക്തി 1972 പശ്ചിമ ബംഗാളിൽ പ്രിയരഞ്ജൻ ദാസ് മുൻഷി PCC പ്രസിഡന്റും സിദ്ധാർത്ഥ ശങ്കർ റൈ വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രിയുമായിരുന്ന കാലത്ത് അവിടെ അർദ്ധ ഫാസിസ്റ്റ് ഭീകരവാഴ്ചക്ക് നേതൃത്വം നൽകി. നമ്മുടെ പാർട്ടിയുടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIM-ന്റെ 1350-ലധികം ചെറുപ്പക്കാരെ, മുതിർന്നവരെ ഉൾപ്പെടെ സഖാക്കളെ കൊന്നൊടുക്കി. ആ ഘട്ടത്തിലാണ് സിദ്ധാർത്ഥ ശങ്കർ റൈയും മുൻഷിയും പരസ്യമായി പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ കൊന്നൊടുക്കാൻ ഞങ്ങൾ ഓരോ കോൺഗ്രസുകാരനും ഒരു തോക്ക് കൊടുക്കും. അങ്ങനെ തോക്ക് കൊടുത്ത് വെടിവെച്ച് കൊന്നവന്റെ ചോര ഹുഗ്ലി നദിയിൽ ഒഴുക്കാനാണ് ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നത്. പരസ്യാഹ്വാനമായി. ആ അർദ്ധ ഫാസിസ്റ്റ് ഭീകരവാഴ്ചയുടെ ഭരണപരിചയവും ആ ക്രിമിനൽ രാഷ്ട്രീയവും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് എന്ന സ്വേച്ഛാധിപത്യ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന അന്നത്തെ കോൺഗ്രസിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനും അതിന്റെ ഒരു ദേശീയ സാമ്പിൾ ഇന്ത്യയിൽ നടപ്പിലാക്കാനും അവർ ശ്രമിച്ചു. ഇന്ത്യയിലെ CPIM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ മിസ തടവുകാരായും DIR തടവുകാരായും 1.5 വർഷക്കാലത്തിലധികം കൽത്തുറുങ്കിൽ അടക്കപ്പെട്ടു. അവിടെയും നമ്മൾ പരാജയപ്പെട്ടില്ല. അതിനെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഏറ്റവും ഉജ്ജ്വലമായിട്ട് വിപ്ലവ പ്രവർത്തനമായി, രാഷ്ട്രീയ പ്രവർത്തനമായി ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട്, കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രതിനിധാനമായി, അവരുടെ രാഷ്ട്രീയ പ്രതിനിധാനമായി ഇടതുപക്ഷത്തെ വളർത്തിയെടുക്കാനും അതിന്റെ മുൻനിര നായകനായാലും CPIM-ന് കഴിഞ്ഞു. പിന്നീട് നടന്ന പാർട്ടി കോൺഗ്രസ്